കടന്നു പൊക്ക വെണ്ണേ, ഒന്ന് മാറ്. ഓ വെണ്ണയല്ലേ തൊട്ട ഉരുകി പോകാൻ. അപ്പോഴേ സാറേ, സാറ് ഇവിടുത്തെ മാനേജറായിരിക്കും. പക്ഷെ ഈ പെമ്പിള്ളേരുള്ള കിണുക്കം അല്പം കൂടുതലല്ലേ? നീ ആരടാ? സാറ് വലസിക്കോ, പക്ഷെ ആ കൊച്ചിനോട് കളിക്കണ്ട. അതിനോട് വേറെ പലരും ഉണ്ടല്ലോ. എന്താണാവോ ആ കൊച്ചിനോട് കളിച്ച? വേണ്ട സാറേ, അത് ശരിയാവൂല. ഓ ഒരു രക്ഷിതാവ്, പോയി പണിയെടുക്കടാ. വെറുതെ വഴക്കുണ്ടാക്കണ്ട, പോട്ടെ നീ. ആ പോട്ടെ, പോടാ. എന്താ സാറേ? ജമീലെ ഞാനൊന്ന് തൊട്ടത് അവന് പീഡിച്ചില്ലെന്ന്. അവൻ അവളുടെ വീട്ടിലാ താമസം. അത് ശരി, ആ ചായക്കടക്കാരന്റെ വീട്ടിലാ. അതല്ല അവൻ ഇത്ര ചൊറിച്ചല്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് ചായക്കടയിലോട്ടൊന്ന് ചെല്ല്. മുളയിലെ ഒതുക്കിയില്ലെങ്കിലേ മുറത്ത് കയറി കൊത്തും. മിസ്റ്റർ രാജേന്ദ്രനല്ലേ? അതെ, ഞാൻ കാര്യം അറിയാൻ വന്നതാ. എന്താ? എന്റെ പേര് റോയ്. ഇവിടെ ജോർജ് എന്ന പേരുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ജോർജ് റോയ്. ജോർജ് ഇല്ലല്ലോ. ഇല്ലേ? ഈ അടുത്ത കാലത്ത് കുറച്ച് പുതിയ ജോലിക്കാരെ എടുത്തിട്ടുണ്ടെന്ന് കേട്ടു. അതെ, അതിന്റെ ലിസ്റ്റാണിത്. ജോർജ് പുതിയതിലും ഇല്ല, പഴയതിലും ഇല്ല. എന്താ കാര്യം? എന്റെ ഒരു പഴയ പരിചയക്കാരനാണ്. ഓ അത് ശരി. സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. മിസ്റ്റർ ശ്രീധരൻ, ഇവിടെ എവിടം വരെയാണ് നിങ്ങളുടെ അതിർത്തി? അങ്ങനെയൊന്നുമില്ല മിസ്റ്റർ ഗുപ്ത. ഞാൻ എവിടം വരെ എന്ന് പറയുന്നു അവിടം വരെയാണ് എന്റെ അതിർത്തി. ആരാ ചോദിക്കാൻ വരുന്നത്? നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഈ മലമുകളിലേക്ക് ആരെങ്കിലും വരുമോ? അഥവാ വന്നാൽ തന്നെ അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? അതില്ല. ആ മിസ്റ്റർ ഗുപ്ത, പുതിയ ടൈപ്പിസ്റ്റുകൾ വല്ലതും ആവശ്യമുണ്ടോ? ഉണ്ടോന്നോ? എന്താ വല്ലതും സ്റ്റോക്ക് ഉണ്ടോ? മാഗി, തനിക്ക് ഒരു ഫാക്ടറി ഉള്ളതുകൊണ്ട് അവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും? വേലക്കാരത്തിയാണെങ്കിൽ വീട്ടിലൊരെണ്ണം ഉണ്ട്. അതിനെന്താ, ഇവിടെ ഞാൻ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തോളാം. എന്താ ഒരേ? You will have a drink? No, thank you, sir. മിസ്റ്റർ ശ്രീധരൻ, പിന്നെ ഞാൻ വന്നത് കുറച്ച് പുതിയ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ അല്പ സ്ഥലം വേണം. ഇതാണോ വലിയ കാര്യം? എന്റെ ബിയേഴ്സ് ബംഗ്ലാവ് ഒഴിഞ്ഞു കിടക്കുക. എന്ത് വേണമെങ്കിലും കൊണ്ട് സ്റ്റോക്ക് ചെയ്യാം. താങ്ക് യു. പക്ഷേ കമ്മീഷൻ എനിക്കും തരണം. അതിലെന്താ? നാലഞ്ച് ചായ എടുക്കടേ. മോനെ, നാലഞ്ച് ചായ കൊടുക്കി. ഇതെന്താ ഇതില് മധുരമില്ലല്ലോ? മോനെ, അതിലിട്ട് പഞ്ചാര ഇട്ട് കൊടുക്കേ. ഇതിൽ ഈച്ച ചത്ത് കിടക്കുന്നല്ലോടെ. ഞാൻ കൊണ്ടുവരുമ്പോ ഈച്ച ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നിന്റെ വാപ്പ കൊണ്ടുവന്നിട്ട ഈച്ച? എന്റെ വാപ്പയ്ക്ക് വിളിക്കരുത്. വേറെ ചായ എടുത്തു കൊടുക്കണേ.
എന്തിനാണ് അവന്റെ മുഖത്ത് ചായ ഒഴിച്ചത്? സലീമ ഭയക്കിന് നിൽക്കണ്ട. മമ്മരയ്ക്ക് ചുമ്മാരി. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ? എന്റെ പേര് ജോർജ്. എനിക്കൊന്ന് കുംസാരിക്കണം. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. അതെല്ലാം ഞാൻ വിശദമായി പറയാം. അച്ഛൻ, ഞാൻ സെൻട്രൽ ജയിൽ ചാടി വന്നിരിക്കുന്ന കൊലപാതകയായ ഒരു കുറ്റവാളിയാണ്. അച്ഛൻ എന്നെ രക്ഷിക്കണം. എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഞാൻ കൊല ചെയ്തു എന്നാണ് നിയമം പറയുന്നത്. സത്യം അതല്ല. ഞാൻ എല്ലാം അച്ഛനോട് തുറന്നു പറയാം. പ്ലീസ്, എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. പരിശുദ്ധമായ കുംസാരക്കൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ യാചിക്കുകയാണ്. എന്നെ രക്ഷിക്കണം. ജോർജ്, ഒരു പുരോഹിതൻ മാത്രമാണെന്നറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന് മുമ്പിലല്ലേ. എന്റെ നിരപരാധിത്വം പിന്നെ ഞാൻ ആരോട് പറയും? പ്ലീസ്, എന്നെ രക്ഷിക്കൂ ഫാദർ. തൽക്കാലം നീ മാതാവിനോട് പ്രാർത്ഥിക്കും. അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താ റോയി ഈ സമയത്ത്? എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ആരോ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ അവനെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയതാ. പക്ഷെ ഇവിടെ വന്നപ്പോ കാണാനില്ല. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ പുള്ളി ആയിരിക്കും. ഏതായാലും ഞാൻ വീടിന്റെ ഭാഗത്ത് ഒന്നുകൂടെ നോക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ചോ, വളരെ ഉപകാരം. നിങ്ങൾ എന്തിനാ ജയിൽ ചാടിയത്? അതെല്ലാം ഞാൻ നാളെ രാവിലെ വന്ന് പറയാം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് പന്തിയല്ല. ഞാൻ പോട്ടെ. അച്ചോ, കുംഭസാര രഹസ്യം. താങ്ക് യു. എന്തായി? അന്ന് രാത്രിയിൽ പിന്നെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായോ? ഇല്ല, ഞാനിവിടെ എല്ലാം നോക്കി. എന്റെ ബലമായ സംശയം അവൻ തന്നെയാണെന്നാ. എന്താണ് അയാളുടെ പേര്? ജോർജ്. അയാളുടെ ഒരു സിസ്റ്റർ മെന്റൽ ഹോസ്പിറ്റലുണ്ട് അല്ലേ? ഉണ്ട്. എന്താ ഫാദർ? ഒന്നുമില്ല, ചോദിച്ചതാണ്. മെന്റൽ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിയല്ലേ? അതെ, അത് ഞാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെകുത്താനും കടലിനും ഇടയ്ക്കായി പോയി ഞാൻ. അതെന്താ? ഐ എം സോറി, എന്റെ കാര്യമല്ല, മിസ്റ്റർ റോയുടെ കാര്യം പറയുക. സോഫി, എന്താ ഏട്ടാ? അച്ഛൻ വന്ന കണ്ടില്ലേ? ചായ എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. റോയ്, നീ എങ്ങനെ വന്നു? ഞാൻ നിന്നെ 2 ദിവസമായിട്ട് അന്വേഷിക്കുന്നു. വാ, ചില കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്.
അത് ശരി. അപ്പോഴങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്റെ സ്വന്തം പ്രശ്നം പോലെ ഇത് കൈകാര്യം ചെയ്യണം. അത് ഞാൻ ഏറ്റു, നീ പേടിക്കണ്ട. യെസ് സ്പീക്കിംഗ്. ഞാനിത് വരുന്നു. ഞാൻ ആ വാർഡ് വരെ പോയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. ഞാൻ ഇറങ്ങാം. സൗകര്യം പോലെ ഞാനിവിടെ വരാം. ഓക്കെ. ഓക്കെ. മോളെ മോളെ എന്റെ പൊന്നു മോളെ നിനക്ക് വല്ലതും പറ്റിയോ മോളെ മോളെ? താങ്ക് യു ഇൻസ്പെക്ടർ. നോ, സ്റ്റാൻലി റോയ്. ദാറ്റ്സ് റൈറ്റ് മിസ്റ്റർ സ്റ്റാൻലി റോയ്. താങ്ക് യു. അതെ മോളെ,